ഹൈക്കില് കൊണ്ടുപോയി അങ്ങ് താഴെ ഇടുന്നൊരവസ്ഥ. ഇല്ലാത്ത പൃഥ്വിരാജിന് ഇങ്ങനെയൊക്കെ ഒരു സിനിമ എടുക്കാൻ പറ്റുമോ? പടം ഗംഭീരം, പൊള്ളി, ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ എമ്പുരാൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എമ്പുരാന്റെ ക്ഷീണം തീർക്കാനായിട്ട് 35 രൂപ ഷോപ്പിൽ ഐസ്ക്രീം വാങ്ങിച്ചപ്പോഴാണ് സാറ്റിസ്ഫൈഡ് ആയത്. പടത്തിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ പറയും. നിന്റെ ഒപ്പീനിയൻ? ഭയങ്കര എക്സ്പെക്ടേഷനിൽ പോയി. ആദ്യത്തെ സീനൊക്കെ പൊള്ളിന്ന് വെച്ചാല് പൊളി സീൻ പറയട്ടെ, കരഞ്ഞു പോയി ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട്. അത്രക്ക് അടിപൊളിയായിരുന്നു, അല്ലെ, ജെന്യൂനായിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ അത് ഹൈക്കില് കൊണ്ടുപോയി അങ്ങ് താഴെ ഇടുന്നൊരവസ്ഥ. പിന്നെ അത് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗും, സെക്കൻഡില് തുടങ്ങിയ സമയത്ത് ഭയങ്കര അല്ല, സെക്കൻഡില് തുടങ്ങിയ സമയത്ത് അടിപൊളിയായിരുന്നു. പറയാൻ പാടില്ല അല്ലേ? കാവ്യമാധവനെ രക്ഷിക്കുന്ന സീനൊക്കെ പൊള്ളിന്ന് വെച്ചാൽ അടിപൊളി. പക്ഷെ പിന്നെ അങ്ങോട്ട് പോയപ്പോ നിലവാരമില്ലാത്ത, പൃഥ്വിരാജിന് ഇങ്ങനെയൊക്കെ ഒരു സിനിമ എടുക്കാൻ പറ്റുമോ എന്നൊരു നിലയിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ പടം ഗംഭീരം, പൊള്ളി, അലിന്റെ അഭിപ്രായത്തിൽ എന്താ പടം എങ്ങനെയുണ്ട്? പടം മൊത്തത്തില് നമ്മള് കുറെ ഹൈക്ക് കിട്ടിയതിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എല്ലാവരുടെ കുറെ പ്രതീക്ഷിച്ചു, നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ മൂപ്പര് ഒരു ഇന്ത്യൻ സിനിമാ തലത്തിൽ നിന്ന് കുറച്ചും കൂടി വേറിട്ട കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. വളരെ നല്ല വൃത്തിയിലും കൃത്യമായിട്ട് അതിനെ എല്ലാം കോർഡിനേറ്റ് കണക്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. രണ്ടാമത് ഇനി ഇതിങ്ങനെ നീട്ടി വെച്ചത് സീരിയസ് വരെ പോകുന്ന ഒരവസ്ഥ അവസ്ഥ വേണ്ടായിരുന്നു എന്നൊരു അഭിപ്രായമാണ്. ഇത് സഡൻലി ഒരു നല്ലൊരു ഇതിൽ വെച്ച് നിർത്തായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ മറ്റേ മോശം, അന്ന് വലിയ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ എടുത്തേക്ക് എത്തിയില്ല എന്നല്ല. പിന്നെ എന്താണോ കേരളത്തിനകത്ത് ഉള്ള സ്ഥിതിവിശേഷം അത് കൃത്യമായിട്ട് പടത്തിലിട്ട് കാണിച്ചത്. മുരളി ഗോപിക്ക് പ്രധാന പങ്കുണ്ട്. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ പക്കയാണ്. അതേപോലെ തന്നെ ഡയറക്ഷൻ, പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ സൂപ്പറാണെന്ന് പറയാം. എനിക്ക് ആ കൂടി മറ്റേ മോഹൻലാലിന്റെ മറ്റേ പ്രതിമേനെ പോലെ തോന്നി. മോഹൻലാലിന്റെ ഫസ്റ്റ് ഹാഫിലൊക്കെ വെറുതെ കൊണ്ട് നിർത്തിയ പോലെ. അല്ല, പൃഥ്വിരാജിനെ എനിക്കത് തോന്നിയത്. എനിക്ക് മോഹൻലാലിന്റെ തോന്നിയത് ഡയലോഗേ ഇല്ല. നീ നൈല ഉഷ വെറുതെ അങ്ങോട്ട് ഓടിക്കളിക്കാൻ, അവസാനം പറയും പ്രൈം ടൈം വേണമെന്നിട്ട് ശ്വാസം എടുക്കും. പക്ഷെ രാഷ്ട്രീയം സാനിയ എന്തിനാ കുട്ടീനെ സിനിമയിലെടുത്ത് ആ കുട്ടീനെ സാമ്യാധിപത്തിനോടാ